എങ്കിലും വേണ്ട, ഇതിനോടകം ഒരുപാട് വേദനകൾ സഹിച്ചതാണ് അവൻ. ഇവിടെ വന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സമാധാനമുണ്ട്, അതിനിയും ആ നശിച്ച നാട്ടിലേക്കോ ആ മനുഷ്യർക്കിടയിലേക്കോ കടന്നു വന്ന് ഇല്ലാതാവരുതെന്ന് അവൾക്ക് തോന്നി. അതുതന്നെയല്ലേ അവൻ ആഗ്രഹിക്കുന്നതും. അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീരൊലിച്ചിറങ്ങി. ശ്രീ പോയിട്ടും കുറച്ചു നേരം കൂടി വിഷ്ണു അവിടെ നിന്നു. അവന്റെ ചിന്തകൾ ആ സമയം പലയിടത്തും അലഞ്ഞു നടന്നു. അവൻ അവനെക്കുറിച്ച് സ്വയം ഒന്നോർത്തു. അമ്മ പോയതിൽ പിന്നെ ഇവിടെ വരുന്നത് വരെ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ സമാധാനവും എങ്ങോ പോയിരിക്കുന്നു. അവന്റെ അച്ഛനും ചെറിയമ്മയും അഖിൽ എന്ന അവന്റെ സഹോദരനും അവനെ അത്രയേറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം പെണ്ണിനെ പോലും അവർ വെറുതെ വിടുന്നില്ലെന്ന് ഓർത്തപ്പോൾ അവൻ അവരോട് അത്യധികം ദേഷ്യം തോന്നി. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവനൊട്ടും സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. അവൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ ഒരിക്കലും അവനെ വിവാഹം ചെയ്യില്ല. പക്ഷെ എല്ലാവരും ഒരുപോലെ നിർബന്ധിച്ചാൽ അവൾ എന്ത് ചെയ്യും? അവന്റെ താലി കഴുത്തിൽ വീണാൽ പിന്നെ അവളുടെ ജീവിതം തന്നെ പോകും. ആളുകൾ പറയുന്നത് കേട്ട് മകളെ അവനെക്കൊണ്ട് തന്നെ കെട്ടിക്കാനൊരുങ്ങുന്ന അവളുടെ അമ്മയോടും അച്ഛനോടും അവനപ്പോൾ വല്ലാത്ത ദേഷ്യവും സഹതാപവും ഒക്കെ തോന്നി. അന്ന് രാത്രി ഉറങ്ങുവോളം അവൻ ചിന്തിച്ചത് അവളെക്കുറിച്ച് മാത്രമായിരുന്നു. തന്റെ കൺമുന്നിൽ വളർന്നു വന്നവളാണ്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ ഇങ്ങനെ ഒരു ചതിയിലേക്ക് തള്ളിവിടാൻ അവന് മനസ്സ് വന്നില്ല. അവളെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷിക്കുമെന്ന് ഓർത്തോർത്ത് തന്നെ അവൻ എപ്പോഴോ മയങ്ങിപ്പോയി. വിച്ചു, അവളിതേ പോവാൻ നിൽക്കുന്നു. നീ വരുന്നുണ്ടോ? അബിയുടെ തട്ടിയുള്ള വിളി കേട്ടാണ് വിഷ്ണു കണ്ണു തുറന്നത്. അവൻ അബിയെയൊന്ന് ഉറക്കച്ചടവോടെ നോക്കി. രാത്രി നേരം വൈകി ഉറങ്ങിയതുകൊണ്ട് തന്നെ അവന് ഉറക്കം ശരിയാവാത്തതിന്റെ ക്ഷീണമുണ്ടായിരുന്നു. സമയം എത്രയായി? അവൾ പോവാനായോ? വിഷ്ണു ചോദിച്ചു. സമയം 7 ആയി. 8 മണിക്കല്ലേ ബസ്? നേരത്തെ ഇറങ്ങിയേക്കാമെന്ന് വെച്ചു. നീ വരുന്നുണ്ടോ? അബി അവനോട് ചോദിച്ചു. ഒരു 10 മിനിറ്റ്. ഞാനൊന്ന് വേഗം കുളിച്ചേച്ചും വരാം. അതും പറഞ്ഞ് വിഷ്ണു വേഗം മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. 10 മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ അവൻ റെഡിയായി ഉമ്മറത്തേക്ക് വന്നിരുന്നു. ഇന്ന് തന്നെ പോണോ മോളെ? ഇന്നലെ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. നാളെ പോയാൽ പോരെ? മുത്തശ്ശി അവളുടെ നെറുകിലൂടെ തലോടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിനവൾ ചിരിയോടെ തന്നെ മറുപടിയും പറയുന്നുണ്ട്. ഉമ്മറത്തേക്ക് വന്നതും അവൻ അതാണ് കാണുന്നത്. അവന്റെ ചുണ്ടിലൊരു വേദനയുടെ ചിരി വിടർന്നു. തന്നെപ്പോലെ തന്നെ ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കിയാണ് അവളും ചിരിക്കുന്നതെന്ന് അവന് തോന്നി. എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ഉമ്മറത്ത് തന്നെയും നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ അവൾ കണ്ടത്. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൻ തിരിച്ചും. അവൻ ചെന്ന് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അത് കൊണ്ടുചെന്ന് കാറിന്റെ ഡിക്കിയിൽ വെച്ചു. മുത്തശ്ശി അവൾ വീണ്ടും ഒന്ന് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി അവളെയും. ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച ശേഷം അവൾ ചെന്ന് കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറി. അവൾക്ക് പിന്നാലെ അനുപമയും. വിഷ്ണു കൂടി കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നതും അബി കാർ മുന്നോട്ടെടുത്തു. യാത്രയിൽ അബി ഒഴിച്ച് മറ്റു 3 പേരും തീർത്തും സൈലന്റ് ആയിരുന്നു. എന്തുപറ്റി? ശ്രീ പോകുന്നത് കൊണ്ടാണോ നിന്റെ വാ അടഞ്ഞു പോയത്? എന്തായാലും ആ ചീവീട് പോലെയുള്ള ശബ്ദം നിന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനു പോലും മിണ്ടാതിരിക്കുന്നത് കണ്ടതുകൊണ്ട് അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാമെന്ന് കരുതിയാണ് അബി അത് പറഞ്ഞത്. അതിന് ദേഷ്യം പിടിച്ച് അനു എന്തൊക്കെയോ നിർത്താതെ പറഞ്ഞതും അബിക്ക് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നിപ്പോയി. വിഷ്ണുവിനെ നോക്കിയപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തൃപ്തിയായല്ലോ എന്നൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. അബി അവനെ ഒന്ന് നന്നായി ഇളിച്ചു കാണിച്ചു. പിന്നീട് ചെറിയ രീതിയിലുള്ള സംസാരങ്ങളും മറ്റുമായി ബസ് സ്റ്റാൻഡ് എത്തി. വീട്ടിൽ നിന്നും ചായ കുടിച്ച് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് എവിടെയും വണ്ടി നിർത്തിയില്ല. സമയം നോക്കിയപ്പോൾ 8 മണിയാവാൻ 10 മിനിറ്റ് കൂടിയുണ്ട്. എന്തിനെന്നറിയാത്തൊരു വെപ്രാളം അവളെ വന്ന് പിടിമുറുക്കി. അവൾ വിഷ്ണുവിനെ ഒന്ന് നോക്കി. എങ്ങോ നോക്കി നിൽക്കുന്ന അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ എന്തോ ചിന്തയിലാണ്. അവനിൽ നിന്നും നോട്ടം മാറ്റിയപ്പോഴാണ് തന്നെ നോക്കി മുഖം കനപ്പിച്ചു വെച്ച് നിൽക്കുന്ന അനുവിനെ അവൾ കണ്ടത്. ശ്രീക്ക് അനുവിന്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത പ്രയാസം തോന്നി. അവൾ അനുവിനെ നോക്കി ഒന്ന് നേർമയിൽ ചിരിച്ചു. അതു കണ്ടതും അനു അവളിൽ നിന്നും നോട്ടം വെട്ടിച്ചു കളഞ്ഞു. ശ്രീക്ക് അറിയാമായിരുന്നു അത് തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന്. അപ്പോഴേക്കും ബസ് എടുക്കാനുള്ള സമയമായി. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് ശ്രീ, ഞാൻ വിഷ്ണുവേട്ടനോട് പറയട്ടെ?
ബസ് എടുക്കുന്നതിന് മുൻപായി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അനു അവളോട് സ്വകാര്യം ചോദിച്ചു. അതിനവൾ നോവു നിറഞ്ഞ ചിരിയാലെ അവളെ നോക്കി വേണ്ടെന്ന് തലയാട്ടി. അബിയെയും വിഷ്ണുവിനെയും നോക്കി പോട്ടെ എന്ന് തലയാട്ടിയ ശേഷം അവൾ ബസ്സിനടുത്തേക്ക് നടന്നു. ഒരു നിമിഷത്തിനു ശേഷം എന്തോ ഓർത്തെടുത്ത പോലെ വിഷ്ണുവും അവൾക്ക് പിറകെ ചെന്നു. അത് കണ്ടതുകൊണ്ട് തന്നെ അനു അവർക്ക് പിറകെ ചെന്നില്ല. അവൾ അല്പം മാറി നിന്നു. അവൾക്കരികിലായി തന്നെ അബിയും നിന്നു. ശ്രീ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോഴാണ് വിഷ്ണു അവളെ പിറകിൽ നിന്നും വിളിക്കുന്നത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. പിറകിൽ കയറാൻ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ നിമിഷം മനസ്സ് വേറെ എന്തിനോ കൊതിക്കുന്നത് അവൾ അറിഞ്ഞു. എൻ്റെ നമ്പറുണ്ടോ കയ്യിൽ? അവൻ ചോദിച്ചതും അവൾ അറിയാതെ തന്നെ ഉണ്ടെന്ന് തലയാട്ടി. അവിടെ ചെന്നിട്ട് എന്താ സ്ഥിതിയെന്ന് പറ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അല്ലെങ്കിൽ വേണ്ട, തൻ്റെ നമ്പറൊന്ന് തന്നേ. താനൊന്നും പറയില്ല, ഞാൻ വിളിച്ചോളാം. അവൻ അത് പറയുമ്പോൾ അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കിപ്പോയി. അതും പറഞ്ഞ് അവൻ തന്നെ അവളുടെ ഫോൺ വാങ്ങി അവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തിരുന്നു. വിഷ്ണുവേട്ടൻ എന്ന് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്പർ കണ്ടതും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാൻ സാധാരണ പോലെ തന്നെയായിരുന്നു അവൾ അവൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്നത്. വീട്ടിൽ ചെന്നിട്ട് അവരോട് കാര്യം പറ. ഇരുത്തിയൊന്ന് ചിന്തിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവാതിരിക്കില്ല. എന്നിട്ടും അവർ തന്നെ ഈ കല്യാണത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ താൻ എന്നെ വിളിക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തായാലും അവൻ നിന്നെ വിവാഹം ചെയ്യില്ല. അതുപോരെ? വിഷ്ണു അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. താൻ എന്നെ വിളിക്കണം, മറക്കരുത്. പിന്നെ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട. ധൈര്യമായിട്ടിരിക്കെ. എന്തു വന്നാലും ഞാൻ ഉണ്ടാകും കൂടെ. അവൻ അതുകൂടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കരയണ്ട, ചെല്ല്. ബസ് ഇപ്പോൾ എടുക്കും. അവൻ അത് പറഞ്ഞതും അവൾ ബസ്സിലേക്ക് കയറി. ബസ് എടുത്തതും അവൾ 3 പേരെയും നോക്കി കൈവീശി കാണിച്ചു. തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ണിൽ നിന്നും മായുന്നവരെ അവൾ നോക്കിയിരുന്നു. ശേഷം ഫോണിൽ അവൻ്റെ ആ ചിത്രം എടുത്തു നോക്കി. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും എവിടെയോ ഒരു കുളിര് അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ചായയും പലഹാരങ്ങളുമെല്ലാം മേശപ്പുറത്ത് റെഡിയായിരുന്നു. രാവിലെ പോകുമ്പോൾ ശ്രീയും അനുവും മാത്രമേ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അബിയും വിഷ്ണുവും ചായ കുടിക്കാനായി ഇരുന്നപ്പോൾ അനു വേഗം മുറിയിലേക്ക് നടന്നു. ഒന്നും പറയാതെ മൂടിക്കെട്ടിയ മുഖവുമായി അകത്തേക്ക് പോയവളെ കണ്ടതും കൂട്ടുകാരി പോയതിലുള്ള പ്രയാസമാകുമെന്ന് അബി കരുതി. ചായ കുടിച്ചു കഴിഞ്ഞതും ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കുകളിലേക്കും മറ്റും അബിയും വിഷ്ണുവും തിരിഞ്ഞു. അനു മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൾക്ക് എവിടെയും ഒരു ഇരിപ്പുറയ്ക്കാത്ത അവസ്ഥ. അവസാനം എന്തോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ കയ്യിലെടുത്തു. ശേഷം അബിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഓഫീസിൽ മേശപ്പുറത്തെ അവസാനത്തെ ഫയലും നോക്കിക്കഴിഞ്ഞ് കസേരയിലേക്ക് ചാഞ്ഞിരിക്കുമ്പോഴാണ് അബിയുടെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്തതും അതിൽ തെളിഞ്ഞിരിക്കുന്ന പേര് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെയാണ് അവൻ കോൾ എടുത്തതും. തമ്പുരാട്ടി എന്തിനാണാവോ വിളിച്ചത്? ഫോൺ എടുത്തതും അവളെ ദേഷ്യം പിടിപ്പിക്കാനായി അബി ചോദിച്ചു. അല്ലെങ്കിലും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ അബിക്ക് വല്ലാത്തൊരിഷ്ടമാണ്. ദേ അബിയേട്ടാ, കളിക്കല്ലേ. അബിയേട്ടനൊന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, അനു അബിയോട് പറഞ്ഞു. എന്തേ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? നിനക്ക് എന്നെ ഒട്ടും കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലേ? അബി അവളോട് കുറുമ്പ് നിറച്ചുകൊണ്ട് ചോദിച്ചു. അബിയേട്ടാ പ്ലീസ്, ഒരത്യാവശ്യ കാര്യം പറയാനാ, ഒന്നിങ്ങ് വരാമോ? അവൾ പറഞ്ഞതും അബിയുടെ നെറ്റി ചുളിഞ്ഞിരുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും കാര്യം തമാശയല്ലെന്ന് അവന് തോന്നി. എന്താടോ, എന്താ പറ്റിയത്? അബി ചോദിച്ചു. അതൊക്കെ പറയാം. പിന്നെ വിഷ്ണുവേട്ടനോട് ഇതൊന്നും പറയണ്ട. അവൾ പറഞ്ഞതും അബി ഒന്ന് അമർത്തി മൂളി. അനുവിനെ ശ്രീയെക്കുറിച്ചോർത്ത് വല്ലാത്ത വെപ്രാളമായിരുന്നു. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്ന പേടിയായിരുന്നു അനുവിൻ്റെ ഉള്ളിൽ. എന്താടാ നീ ഇന്ന് നേരത്തെ വന്നേ? അവനെവിടെ? വിഷ്ണുവില്ലാതെ ഒറ്റയ്ക്ക് നേരത്തെ വീട്ടിലേക്ക് കയറി വന്ന അബിയെ കണ്ട് ഉമ്മറത്തിരുന്ന മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു തലവേദന പോലെ. ഒന്ന് കിടക്കട്ടെ. തലവേദനയോ? എന്തു പറ്റി പെട്ടെന്ന്? ചായയോ മരുന്നോ എന്തേലും വേണോടാ? മുത്തശ്ശി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട മുത്തശ്ശി, കുറച്ചുനേരം കിടന്നാൽ മതി. അവൻ അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. എന്തേലും വേണമെങ്കിൽ പറയണം ട്ടോ, മുത്തശ്ശി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവൻ മുറിയിലേക്ക് വരുമ്പോൾ കൈവിരൽ പൊട്ടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്ന അനുവിനെയാണ് കാണുന്നത്.
കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് അവന് മനസ്സിലായി. വാതിൽക്കൽ കാലനക്കം അറിഞ്ഞതും അവൾ വേഗം തിരിഞ്ഞു നോക്കി. അബിയെ കണ്ടതും അവൾ വേഗം വന്നവൻ്റെ കൈ പിടിച്ചു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അനു അബിയെ തന്നെ ഒന്ന് നോക്കി. ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്ന ശേഷം അബി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അതു കണ്ടതും അനു അവനെ കണ്ണു കൂർപ്പിച്ചു നോക്കി. ഇതാണോ കാര്യം? ഞാനങ്ങ് പേടിച്ചു പോയി. അബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അബിയേട്ടന് എല്ലാം തമാശയാ. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ. അനു അതും പറഞ്ഞുകൊണ്ട് വിതുമ്പി. അബി അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നീ കരയാതെ, നമുക്കിത് പുഷ്പം പോലെ സോൾവ് ചെയ്യാം. അവൾക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണല്ലോ. ആദ്യം വിഷ്ണുവിനോട് ഇത് പറയാം. അവളുടെ ഇഷ്ടം അറിയുമ്പോൾ അവൻ അവളെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. പ്രത്യേകിച്ചും അവളെ കെട്ടാൻ പോകുന്നത് അവൻ്റെ അനിയനാകുമ്പോൾ. അവൻ്റെ തനി സ്വഭാവം വിഷ്ണുവിന് അറിയുന്നതുകൊണ്ട്. നമുക്ക് അവളെ വീട്ടുകാരെ കണ്ട് സംസാരിക്കാം. അവർക്ക് ഇതിന് താല്പര്യമില്ലെങ്കിൽ, അവൾക്ക് സമ്മതമാണെങ്കിൽ വിഷ്ണുവിനെ കൊണ്ട് അവളെ നമുക്കിങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ഇത്രയുള്ളൂ കാര്യം. അതിനാണോ ഈ കുഞ്ഞിത്തല ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചേ? അബി അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ സമയമില്ല. നേരം വൈകും തോറും അവൾ എന്തെങ്കിലും ചെയ്താലോന്നാ എൻ്റെ പേടി. അനു അവളുടെ ആകുലത മറച്ചു വെച്ചില്ല. ഇല്ല, അവനിങ്ങ് വരട്ടെ, ഇന്ന് തന്നെ സംസാരിക്കാം, അബി പറഞ്ഞു. പക്ഷേ വിഷ്ണുവേട്ടന് ഇനി ആ നാട്ടിലേക്കോ ആ മനുഷ്യർക്കിടയിലേക്കോ ചെല്ലാൻ താല്പര്യമില്ലെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഇതൊന്നും ഒരിക്കലും അറിയരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ കാരണം ഇനിയും വിഷ്ണുവേട്ടൻ വേദനിക്കാൻ പാടില്ലെന്ന് അനു പറഞ്ഞു. അതിന് അബി ഒന്ന് അവളെ നോക്കി ചിരിച്ചു. അതിന് അവൻ വേദനിച്ചാലല്ലേ? അബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഫീസിലിരിക്കുമ്പോഴും വിഷ്ണുവിൻ്റെ ചിന്ത അവളെക്കുറിച്ചായിരുന്നു. ഉച്ചയ്ക്കും വൈകിട്ടും അവളുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാകുമോ എന്ന് കരുതി മാത്രം വാട്സപ്പ് തുറന്നു നോക്കി. അവളുടെ മെസ്സേജ് ഒന്നും വന്നില്ലെന്ന് കണ്ട് അതുപോലെ തന്നെ ബാക്കടിച്ച് തിരികെ പോന്നു. അബി തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് പോയതുകൊണ്ട് വിഷ്ണു അവൻ്റെ സമയമായപ്പോൾ ഓഫീസിൽ നിന്നും ഇറങ്ങി. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി തറവാട്ടിലെത്തിയതും മുത്തശ്ശി അവന് ചായയും പലഹാരങ്ങളും എടുത്തു കൊടുത്തിരുന്നു. അവൻ എവിടെ മുത്തശ്ശി? തലവേദനയാണെന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ചായ കുടിച്ച ശേഷം അവൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുറിയിലുണ്ട്, മോൻ ചെന്ന് കണ്ടിട്ട് വാ. മുത്തശ്ശി പറഞ്ഞതും അവൻ അബിയുടെ മുറിയിലേക്ക് നടന്നു. അബിയുടെ മുറിക്ക് മുൻപിലെത്തിയതും വിഷ്ണു വന്ന് നിന്നു. ചോദിക്കാതെ അകത്തേക്ക് കടക്കാൻ അവന് മടി തോന്നി. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുകൊണ്ട് അവൻ അബിയെ ഒന്ന് വിളിച്ചു നോക്കി. കേറി പോരടാ, വാതിലടച്ചിട്ടില്ല. വിഷ്ണു അബിയെ വിളിച്ചതും അബി അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു. വിഷ്ണു മുറിയിലേക്ക് വരുമ്പോൾ അബി ബെഡിലിരുന്ന് ഫോൺ നോക്കുകയാണ്. നീ എന്താ, എൻ്റെ പെർമിഷൻ കിട്ടിയാലേ അകത്തേക്ക് വരൂ എന്നുണ്ടോ? അബി വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല, എന്നാൽ ഇനി മുതൽ അങ്ങനെയായിരിക്കും. എന്തിനാ വെറുതെ നിങ്ങളുടെ സ്വർഗത്തിലേക്കൊരു കട്ടുറുമ്പായി കടന്നു വന്ന് ഞാൻ തന്നെ സ്വയം നാണം കെടുന്നേ? വിഷ്ണു കളിയായി പറഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. അബി അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ല, നിന്റെ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വിഷ്ണു അബിയെ നോക്കി ചോദിച്ചു. തലവേദന കുറവുണ്ട്, അബി പറഞ്ഞതും വിഷ്ണു അവനെ ഒന്ന് ചിരഞ്ഞു നോക്കി. എന്താടാ ഒരു കള്ളലക്ഷണം? അവൾ ഇവിടെയുണ്ടോ? അതാണോ നീ നേരത്തെ ഇങ്ങ് വന്നേ? വിഷ്ണു അവനെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു. അബി തെല്ലൊരു നിമിഷം വിഷ്ണുവിനെ തന്നെ നോക്കി നിന്നു. പിന്നെ പതിയെ പറഞ്ഞു. എടാ, ഞാൻ അവൾ വിളിച്ചിട്ട് തന്നെയാ വന്നത്. അവൻ പറഞ്ഞു തുടങ്ങിയതും വിഷ്ണു ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ തടഞ്ഞു. മതി, എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് കുറവുണ്ടോന്ന് അറിയാൻ വന്നതാ. ഞാൻ ചെല്ലട്ടെ, ചെന്നിട്ട് കുറച്ചു കാര്യങ്ങളുണ്ട്. വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റതും അബി അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. എന്ത് മനസ്സിലായെന്ന്? ഒന്ന് പോടാ അവിടുന്ന്. അതല്ല, ഇത് വേറെയാ കാര്യം, അബി പറഞ്ഞു. എന്തോ ആവട്ടെ, ഞാൻ പോവുക. വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ് മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അവൻ അബിയുടെ നേർക്കൊന്ന് തിരിഞ്ഞു. അതേസമയം തന്നെയാണ് അബി അവനെ പുറകിൽ നിന്നും വിളിച്ചത്. എന്താടാ, നീ എന്താ വിളിച്ചേ? വിഷ്ണു ചോദിച്ചു. അതൊക്കെയുണ്ട്. നീ എന്ത് ചോദിക്കാനാ തിരിഞ്ഞേ? ആദ്യം അത് പറ, അബി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു. അത് ശ്രീ വിളിച്ചിരുന്നോ? വിഷ്ണു ചോദിച്ചു. ഏത് ശ്രീ? ആളെ പിടികിട്ടിയിട്ടും അബി അറിയാത്തതുപോലെ ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ലേ? ഭാഗ്യശ്രീ, അനുവിൻ്റെ ഫ്രണ്ട്. അബിക്ക് ആളെ മനസ്സിലായില്ലെന്ന് വെച്ച് വിഷ്ണു പറഞ്ഞു. അവളെന്തിനാ എന്നെ വിളിക്കുന്നേ? അബി ഉള്ളിൽ ഊറിക്കൂടിയ ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു.
നിന്നെയല്ലടാ പുല്ലേ. അവള് അനുവിനെ വിളിച്ചിരുന്നോ? അവൾ എന്തെങ്കിലും പറഞ്ഞോ? വിഷ്ണു ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല. നീ ഇരിക്കി, ഞാൻ ചോദിച്ചു നോക്കാം. അതും പറഞ്ഞ് അബി അനുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. വിഷ്ണു വെറുതെ മേശയിൽ ചാരി നിന്നതേയുള്ളൂ. അനു, നീ ഒന്ന് എൻ്റെ മുറിയിലേക്ക് വന്നേ. ഇവിടെ വിച്ചുവുണ്ട്. പിന്നെ പതിയെ വന്നാൽ മതി, തിരക്കില്ല. അനു കോളെടുത്തതും അബി പറഞ്ഞു. അബിയേട്ടാ, ഞാൻ വരുമ്പോഴേക്കും പറഞ്ഞേക്കണേ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അനു ഫോൺ വെച്ചു. വിച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അബി പറഞ്ഞതും വിഷ്ണു അവനെ ഒന്ന് നോക്കി. അബിയുടെ മുഖത്തു നിന്നും കാര്യം അത്യാവശ്യം വലുതാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. എന്താ അബി, എന്താ കാര്യം? വിഷ്ണു ചോദിച്ചു. അത് ഞാൻ എങ്ങനെയാ പറയേണ്ടത്? നിനക്കൊരു കൂട്ട് വേണ്ടേ വിച്ചു? അബി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. കൂട്ടോ? നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? പിന്നെ നീ ഇങ്ങനെ ഒറ്റയാനായി നടക്കാനാണോ പ്ലാൻ? അങ്ങനെയല്ലടാ, എന്തായാലും ഇപ്പോൾ അങ്ങനെയൊരു ചിന്തയേ ഇല്ല. ഇതാണോ നീ പറയാൻ വന്നേ? നിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ കരുതി വേറെ എന്തോ വലിയ കാര്യമാണെന്ന്. വിഷ്ണു നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. അബി വിഷ്ണുവിനെ ഒന്ന് നോക്കി. നീ അത് വിട്. അനുവിനെ ഇങ്ങോട്ട് വിളിക്കണമെന്നില്ലായിരുന്നു. ശ്രീയുടെ വിവരമെന്താ? അവൾ അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, വിഷ്ണു പറഞ്ഞു. ഓ പിന്നെ, അവൾക്ക് ഇവിടേക്ക് വരുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. അവൾക്ക് ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. അബി പറഞ്ഞതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ആദ്യം കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും പിന്നീട് അങ്ങോട്ട് നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ. അബി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു. അബിയുടെ പറച്ചിലും ഭാവവും കണ്ട് വിഷ്ണുവിൻ്റെ നെറ്റി വീണ്ടും ചുളിഞ്ഞു. എടാ, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ, വിഷ്ണു പറഞ്ഞു. എടാ, അത് ശ്രീയുടെ കാര്യം നീ അറിഞ്ഞില്ലേ? നിന്റെ അനിയൻ എന്ന ആ ഫ്രോഡ് അവളെ ചതിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ അമ്മയെയും അച്ഛനെയും എല്ലാം എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച് അവരുടെ മനസ്സ് അവന് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. അവർക്കിപ്പോൾ എത്രയും വേഗം അവളെ അവനെക്കൊണ്ട് കെട്ടിക്കണം എന്നാണ്. നിന്റെ അനിയൻ്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാലോ. അവനെങ്ങാനും അവളെ കെട്ടിയാൽ പിന്നെ അവളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ, അബി പറഞ്ഞു. വിഷ്ണു അബിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ശ്രീ എന്നോട് പറഞ്ഞിരുന്നു, അവനുമായുള്ള വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ വീട്ടിൽ ചെന്ന് അമ്മയെയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും. ആള് വല്ലാത്ത ടെൻഷനിലാണ്. എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താകും എന്നൊന്നും അറിയില്ല. അതാണ് എനിക്കും ഒരു ടെൻഷൻ. അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയാഞ്ഞിട്ട് ആകെ എന്തോ പോലെ, വിഷ്ണു പറഞ്ഞു. അബി വിഷ്ണുവിനെ തന്നെ ഒന്ന് നോക്കി. പിന്നെ നീട്ടി ഒന്ന് ശ്വാസം എടുത്തു. വിച്ചു, അബി വീണ്ടും അവനെ വിളിച്ചതും വിഷ്ണു തിരിഞ്ഞു നോക്കി. എടാ, നിനക്ക് അവളെ കെട്ടിക്കൂടെ? എന്നിട്ട് അവളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചൂടെ? അബി വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു ഒരു നിമിഷം അബിയെ തന്നെ ഒന്ന് നോക്കി. പിന്നെ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. എടാ, ഞാൻ കാര്യമായി ചോദിച്ചതാണ്. നിനക്ക് അവളെ നിന്റെ കൂടെ കൂട്ടിക്കൂടെ? പാവമല്ലേടാ അവള്, അബി വീണ്ടും വിഷ്ണുവിനോട് ചോദിച്ചു. നീ ഇതെന്തൊക്കെയാ അബി പറയുന്നേ? അവള് നല്ല കുട്ടിയാ. ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലല്ലേ വളർന്നത്. അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് നന്നായി അറിയാം. അമ്മയ്ക്കും അച്ഛനും ഏക മകൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചിട്ടയിലാണ് അവരവളെ വളർത്തിയത്. പൊതുവെ എല്ലാവരും പറയും, മക്കളെ കൂട്ടിലടച്ച് വളർത്തിയാൽ അവർ വഴിതെറ്റി പോകുമെന്ന്. പക്ഷേ അവളെന്നും നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ അഖിലുമായിട്ടുള്ള വിവാഹത്തെ ഞാൻ എതിർക്കുന്നതും. എന്നു കരുതി അവളെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലടാ. എന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത, ആരുമില്ലാത്ത ഒരുവനല്ല അവൾക്ക് ചേരുന്നത്. അവൾക്ക് ചേരുന്ന, അവളെ സ്നേഹിക്കുന്ന നല്ലൊരുത്തൻ വരും. അല്ലാതെ ഞാൻ അവൾക്ക് ചേരില്ലടാ. അവൾ അറിയണ്ട നീ ഇങ്ങനെയൊരു കാര്യം എന്നോട് പറഞ്ഞത്. അവൾ മനസ്സിൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. വെറുതെ നടക്കാത്ത കാര്യം ആലോചിച്ച് എന്തിനാടാ വെറുതെ നമ്മൾ മനക്കോട്ട കെട്ടുന്നത്, വിഷ്ണു നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. അവൻ പറഞ്ഞത് കേൾക്കെ അബിയുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ വിച്ചു? അബി ഒരു ഞെട്ടലോടെ വിഷ്ണുവിനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയല്ലടാ. അവളോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ അങ്ങനെ ഇഷ്ടം തോന്നുവാൻ പറ്റിയ മാനസികാവസ്ഥയിലും ആയിരുന്നില്ലല്ലോ ഞാൻ. ചെറിയമ്മ എന്നെ വഴക്ക് പറയുന്നത് പലപ്പോഴും ആ നാട്ടുകാർക്കെല്ലാം കേൾക്കാൻ പാകത്തിനായിരുന്നു. എന്നെ പറയുന്ന ആ വഴക്ക് കേട്ട് തന്നെയല്ലേ അവളും വളർന്നത്. ആർക്കും വേണ്ടാത്ത, ആരുമില്ലാത്തൊരുത്തനെ അവൾ കൂടെ കൂട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
അത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ സ്വരം പലപ്പോഴും ഇടറിയിരുന്നു. അബി അവനെ തന്നെ ഒന്ന് നോക്കി. ഞാൻ വീണ്ടും പണ്ടത്തെ എന്തൊക്കെയോ പറഞ്ഞു. ഞാനതൊക്കെ മറന്നടാ, നീ അത് വിട്ടുകളാ. വിഷ്ണു നേർത്തൊരു ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അവൻ്റെ നനഞ്ഞ കണ്ണുകളിലായിരുന്നു അബിയുടെ നോട്ടം അത്രയും. നീ അനുവിനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും ഞാനൊന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഒരിക്കൽ കൂടി അബിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച ശേഷം വിഷ്ണു മുറുക്കി പുറത്തേക്ക് നടന്നു. അങ്ങനെയല്ലടാ, ആ ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത അവനെ തന്നെയാ അവൾ വർഷങ്ങൾക്ക് മുൻപേ സ്നേഹിച്ചു തുടങ്ങിയത്, ഇപ്പോഴും മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്നത്. വാതിൽക്കലെത്തിയ വിഷ്ണു തറഞ്ഞു നിന്നത് പിറകിൽ നിന്നും അബി പറഞ്ഞ വാക്കുകൾ കേട്ടാണ്. അവനൊന്ന് തിരിഞ്ഞു നോക്കി. അബി വേഗം അവനരികിലേക്ക് വന്നു. അതേടാ, ഞാൻ പറഞ്ഞത് സത്യ. അവൾക്ക് നിന്നെ ഇഷ്ടാ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വെറുമൊരു ഇഷ്ടമല്ല അത്. അതിന് വർഷങ്ങളുടെ പഴക്കം കാണും. നീ പറഞ്ഞില്ലേ, ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത നിന്നെ അവൾ എങ്ങനെ സ്നേഹിക്കുമെന്ന്. നിന്നെ അവൾ ഇത്രമേൽ സ്നേഹിക്കാൻ ചിലപ്പോൾ അതും ഒരു കാരണമായേക്കാം. അബി പറഞ്ഞതും കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ വിഷ്ണു അബിയെ തന്നെ നോക്കി. നീ കളിക്കല്ലേ അബി, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ, വിഷ്ണു പറഞ്ഞു. അല്ലടാ സത്യം, ഞാൻ പോലും കുറച്ചു മുൻപാ ഇതറിഞ്ഞത്. ഇത് പറയാനാ അനു എന്നെ ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുത്തിച്ചത്. കാര്യം കേട്ടപ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യമെന്നാ എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെയല്ലടാ, അനു വളരെ ടെൻഷനിലാണ്. ശ്രീ എന്തെങ്കിലും കടുംകൈ ചെയ്യുമോന്നാ അവളുടെ പേടി. അബി അത് പറഞ്ഞതും വിഷ്ണു ഒന്ന് ഞെട്ടി. അവൻ്റെ മുഖത്തും ഒരു ടെൻഷൻ നിറഞ്ഞു നിന്നു. അഖിലിനെ അവൾ ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് അവനെപ്പോലൊരുത്തനെ ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ പറ്റുമോ? പക്ഷെ അവളുടെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തുമെന്ന വാശിയിലാണ് പോലും. നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ എന്ന് അനു ചോദിച്ചതാണ്. പക്ഷെ അവൾക്കതിന് വയ്യ. ഇനിയും ആ നാട്ടിലേക്കോ ആ മനുഷ്യർക്കിടയിലേക്കോ ചെല്ലാൻ നിനക്ക് താല്പര്യമില്ലെന്ന് നീ പറഞ്ഞെന്ന്. ഇവിടുന്ന് നിനക്ക് ഇപ്പോൾ കിട്ടുന്ന മനസ്സമാധാനം ഇല്ലാതാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. അബി പറഞ്ഞതും വിഷ്ണു തലേന്ന് രാത്രി അവളോട് സംസാരിച്ചത് ഓർത്തെടുത്തു. പക്ഷെ ഇതൊന്നും അറിയാതെയല്ലേ താൻ അങ്ങനെ പറഞ്ഞത്? ഇതറിഞ്ഞിരുന്നാൽ താൻ അങ്ങനെ പറയുമായിരുന്നോ? എന്തെന്നറിയാതെ വിഷ്ണു അങ്ങനെയാണ് ചിന്തിച്ചത്. പാവമല്ലേടാ അവൾ. നിന്നെ സ്നേഹിക്കുന്ന അവളെ നിനക്കും തിരിച്ച് സ്നേഹിച്ചൂടടാ? അബി വീണ്ടും ചോദിക്കുമ്പോഴും വിഷ്ണുവിന് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അനുവിനെ വിളിക്കാം. ഒരു മിനിറ്റ്. അതും പറഞ്ഞ് അബി വേഗം അനുവിനെ വിളിച്ച് മുറിയിലേക്ക് വരാൻ പറഞ്ഞു. അബിയുടെ മുറിയിൽ നിന്നും കുറച്ചു മാറി ആ വരാന്തയിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു. അവൾ മുറിയിലേക്ക് വരുമ്പോൾ വിഷ്ണു അവിടെയുള്ള മേശയിൽ ചാരി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അബി ബെഡിലും ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്തു നിന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം വിഷ്ണുവിന് അരികിലേക്ക് ചെന്നു. അബിയേട്ടൻ പറഞ്ഞതെല്ലാം സത്യ. ശ്രീ, അവൾക്ക് വിഷ്ണുവേട്ടനെ ഒരുപാട് ഇഷ്ടാ. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാ അത്. പക്ഷേ ഏട്ടനെ ഇനിയും അവിടേക്ക് കൊണ്ടുചെന്ന് ഏട്ടനെ വേദനിപ്പിക്കരുതെന്ന് അവൾക്ക് നിർബന്ധം. അതാ ഇത് പറയാൻ സമ്മതിക്കാതെ എന്നെപ്പോലും അവൾ തടഞ്ഞത്. പക്ഷേ ഇനിയും ഞാനിത് പറഞ്ഞില്ലേ അവളൊരു പക്ഷേ എന്തെങ്കിലും കടുംകൈ ചെയ്യും. എനിക്ക് അവളെ വേണം. അനുവും അബി പറഞ്ഞത് ആവർത്തിച്ച് പറയുമ്പോഴും വിഷ്ണു ഒരു തരം മരവിച്ച അവസ്ഥയിലായിരുന്നു. അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അവനൊരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കാം. വിഷ്ണുവിൻ്റെ മൗനം കണ്ട് അവനൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നിയതും അനു വേഗം ശ്രീയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നിട്ട് സ്പീക്കറിലിട്ടു. അബിയും ആ സമയം വിഷ്ണുവിനോട് ഒന്നും പറഞ്ഞില്ല. റിങ് അവസാനിക്കാറായപ്പോഴാണ് ശ്രീ കോൾ എടുത്തത്. എടി, ഞാനിവിടെ എത്തിയതേയുള്ളൂ. നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു ഞാൻ. കോൾ എടുത്തതും ശ്രീ അതാണ് പറഞ്ഞത്. അവളുടെ ശബ്ദം കേട്ടതും ഇതുവരെ ഇല്ലാത്തതുപോലെയൊരു നെഞ്ചിടിപ്പ് വിഷ്ണുവിന് തോന്നി. അവളുടെ സ്വരത്തിനായി അവൻ കാതോർത്തു. നീ അവിടെ ചെന്നിട്ട് അമ്മയും അച്ഛനും എന്തെങ്കിലും പറഞ്ഞോ? അനു അവളോട് ചോദിച്ചു. ചെറുതായിട്ട്. ശ്രീ അതും പറഞ്ഞുകൊണ്ട് ചെന്ന് വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു. എന്താ പറഞ്ഞേ? അനു വീണ്ടും ചോദിച്ചു. ഞാൻ ട്രിപ്പ് വന്നതിനെക്കുറിച്ച്. ഒത്തിരി കരഞ്ഞു പറഞ്ഞ ശേഷമല്ലേ എന്നെ നിങ്ങളോടൊപ്പം വിട്ടത്. പക്ഷേ ഞാൻ ട്രിപ്പ് വന്നത് അഖിലേട്ടനും അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇഷ്ടമായില്ലെന്ന്. എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഇടപെടാനുമൊക്കെ ഇവരാരാ? ആരും അറിയാതെ എൻ്റെ മുറിയിൽ കയറി ഇരുന്നതും പോരാ, എന്നിട്ട് ഞാൻ ട്രിപ്പിന് വന്നത് അവരോട് പറഞ്ഞില്ലെന്ന്. അവർക്കിതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. എന്നിട്ട് അതെല്ലാം കേട്ടുനിന്ന് ഞാൻ വീട്ടിൽ കയറാൻ നേരമില്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരിക എൻ്റെ അമ്മയും അച്ഛനും.
അവരെന്താ അനു ഇത്രയായിട്ടും എന്നെ മനസ്സിലാക്കാത്തത്? ഇത്രയും കാലം അവർ പറയുന്നതല്ലേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. പക്ഷേ എല്ലാം വെറുതെയാ. അവരെന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചിരുന്നേൽ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒന്നും ആരുമില്ലടി. ഞാനും ഒറ്റയ്ക്കാ. പറയുമ്പോഴേക്കും ശ്രീ കരഞ്ഞു പോയിരുന്നു. ശ്രീ, നീ കരയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. കരയാതിരിക്കി. പറയുമ്പോൾ അനുവും കരഞ്ഞു പോയിരുന്നു. അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു ഭാരം നെഞ്ചിനകത്ത് തോന്നുന്നുണ്ടായിരുന്നു. അഭിയുടെയും അവസ്ഥ മറിച്ചല്ല. കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അനു ചോദിച്ചു. അവർക്ക് എത്രയും വേഗം കല്യാണം നടത്തണമെന്നാ പറയുന്നേ. പക്ഷെ അത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണ്, ശ്രീ പറഞ്ഞു. നീ എന്താ തീരുമാനിച്ചേ? അനു വീണ്ടും ചോദിച്ചു. അറിയില്ല. ശ്രീയിൽ നിന്നും മറുപടി എത്തി. ഇനിയെങ്കിലും ഞാൻ വിഷ്ണുവേട്ടനോട് പറയട്ടെ? വേണ്ട, ഒരു നിമിഷത്തിന് ശേഷം അവൾ പറഞ്ഞു. അതെന്താ? അനു ചോദിച്ചു. വേണ്ട അനു, അതൊരു പാവമാ. ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ അവിടെ വന്നപ്പോഴാകും വിഷ്ണുവേട്ടൻ സമാധാനം എന്തെന്ന് അറിയുന്നത് തന്നെ. ഇപ്പോൾ ആ കണ്ണുകളിൽ കാണുന്നൊരു തിളക്കമുണ്ട്. ഞാനായിട്ട് അത് നശിപ്പിക്കില്ല. ഞാൻ കാരണം എനിക്ക് വേണ്ടി ഇനിയും ഈ നാട്ടിലേക്കോ ഈ ആളുകൾക്കിടയിലേക്കോ വന്ന് ആ പാവത്തിന്റെ സന്തോഷം കളയണ്ട. ഞാനല്ലേ സ്നേഹിച്ചത്, ഞാൻ മാത്രം. അതിപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതിയല്ലോ. ശ്രീ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. അവൾ കരയുകയാണോ എന്ന് പോലും വിഷ്ണുവിന് തോന്നിപ്പോയി. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത്ര കാലം ഉള്ളിലിട്ട് സ്നേഹിച്ച് നടന്നിട്ട് ഒരു പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വിഷ്ണുവേട്ടനെ അറിയിക്കാം. ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതങ്ങ് വിട്ടുകളഞ്ഞേക്കാം. അതല്ലേടാ നല്ലത്? അനു വീണ്ടും ചോദിച്ചു. ഏയ് വേണ്ട, അതൊന്നും ശരിയാകില്ല. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഏട്ടൻ കരുതും ഞാൻ അഖിലേട്ടനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറയുകയാണെന്ന്. എൻ്റെ പ്രണയത്തെ ഒരു പക്ഷേ എൻ്റെ വെറുമൊരു സ്വാർത്ഥതയായി കണ്ടേക്കാം. അത് മാത്രം എനിക്ക് സഹിക്കില്ലടാ, ശ്രീ പറഞ്ഞു. നീ പിന്നെ എന്താ കണ്ടേക്കുന്നത്? വേണ്ടാത്തതൊന്നും ചിന്തിച്ചേക്കല്ലേടി, അനു ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. ഏയ് ഇല്ലടാ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഈ ലോകത്ത് തനിച്ച് ജീവിക്കുമ്പോൾ എനിക്കെങ്ങനെ മരിക്കാൻ തോന്നും? അതുകൊണ്ട് മാത്രം ഞാൻ ചത്തുകളയില്ല. അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും എന്നെ വേണ്ട. ഏതോ നാട്ടുകാർ എന്തോ പറയുന്നത് കേട്ട് വീടിൻ്റെ അടുത്താണെന്നും പറഞ്ഞ് കൊള്ളരുതാത്ത ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന അമ്മയോടും അച്ഛനോടും എനിക്ക് ഒരു തരിമ്പ് പോലും സ്നേഹം തോന്നുന്നില്ല. പുറമേന്ന് നോക്കുമ്പോഴല്ലേ വീടിനടുത്താണ്, അവരെപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ ചിന്തിച്ച് ധൈര്യമായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവനോടൊപ്പം തനിച്ചൊരു മുറിയിൽ ഞാൻ എങ്ങനെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുമെന്ന് ഇവർക്കാർക്കും ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിഷ്ണുവേട്ടനെ പോലെ ഞാനും ആരുമില്ലാത്തവളാ, ആർക്കും വേണ്ടാത്തവളാ. ഞാനും എങ്ങോട്ടേലും പോകും. ഏതേലും നാട്ടിൽ ചെന്ന് എന്തേലും ജോലിയെടുത്ത് ജീവിക്കും. കരയുന്നതുകൊണ്ടാകാം ഇടയ്ക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വിഷ്ണു പിന്നെയൊന്നും കേൾക്കാൻ നിന്നില്ല. അവിടെ നിന്നും മെല്ലെ പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് കണ്ട് അനു അവന് പിറകെ ചെല്ലാനൊരുങ്ങിയതും അഭി അവളെ തടഞ്ഞു. കണ്ണുകൊണ്ട് അരുതെന്ന് കാണിച്ചു. അവൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമെന്ന് അഭിക്ക് അറിയാമായിരുന്നു. അവൻ തനിച്ചിരുന്ന് ചിന്തിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനമെടുക്കട്ടെ. പക്ഷേ അവസാനം അവൻ എടുക്കുന്ന തീരുമാനം തീർച്ചയായും നല്ലതിനായിരിക്കുമെന്ന് അഭിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു സ്വപ്നത്തിലെന്നവണ്ണമായിരുന്നു വിഷ്ണു അവൻ്റെ മുറിയിലെത്തിയത്. വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു അവൻ അപ്പോഴും. കുറച്ചു മുൻപ് കേട്ടതൊക്കെയും ഒരു സ്വപ്നം പോലെ അവന് തോന്നി. അവൾ തന്നെ സ്നേഹിച്ചിരുന്നോ? അതും വർഷങ്ങൾക്ക് മുൻപേ? എന്നിട്ടും അവളുടെ ഒരു നോട്ടത്തിൽ പോലും തനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. ശരിക്കും അവൾക്ക് തന്നെ ഇഷ്ടമാണോ? തന്നെ സ്നേഹിക്കാനും അപ്പോൾ ആളുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നത് പോലെ അവന് തോന്നി. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഈ ലോകത്ത് തനിച്ച് ജീവിക്കുമ്പോൾ എനിക്കെങ്ങനെ മരിക്കാൻ തോന്നും? അതുകൊണ്ട് മാത്രം ഞാൻ ചത്തുകളയില്ല. അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. അവളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിവസങ്ങൾക്ക് ശേഷം അന്നവൻ വീണ്ടും കരഞ്ഞു. പക്ഷേ അപ്പോഴും ഹൃദയത്തിൽ ഒരു പഞ്ചാരിമേളം നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഹൃദയം അത്രമേൽ തുള്ളിച്ചാടുന്നുണ്ട്. അവന് അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നി. വിഷ്ണുവേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നത് കേൾക്കാൻ വല്ലാത്ത ആശ തോന്നി. ശ്രീയെ ഒരു നോക്ക് കാണണമെന്ന് തോന്നി.
അപ്പോൾ അവൻ അച്ഛനെയോ ചെറിയമ്മയെയോ അഖിലിനെയോ ഒന്നും ഓർത്തില്ല. അവരുടെ നാവിൽ നിന്നും വരുന്ന കൂർത്ത വാക്കുകളോ ഒന്നും അവൻ്റെ മനസ്സിലേക്ക് വന്നില്ല. തന്നെ സ്നേഹിക്കുന്നവൾ, താൻ അറിയാതെ തന്നെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവൾ, അവൾ മാത്രമേ അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ഈ ലോകത്തൊന്നുമല്ലായിരുന്നു. അബിയും അനുവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനെ ശല്യം ചെയ്യാൻ അവർ പോയില്ല. എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിച്ചെന്ന് വരുത്തി അവൻ മുറിയിലേക്ക് പോകുന്നത് അവരങ്ങനെ നോക്കി നിന്നു. വന്നതും വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവൻ പതിയെ ഫോണെടുത്തു. അവളുടെ നമ്പറിലേക്കൊന്ന് വിളിക്കാൻ അവൻ്റെ കൈ തരിക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ വിളിക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. വാട്സാപ്പ് എടുത്തു നോക്കി. അവളുടെ DP-യിലൂടെ വെറുതെ വിരലുകളും കണ്ണുകളും ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. വീട്ടിലെത്തിയോ? അവൻ അവൾക്ക് നേർത്തൊരു പുഞ്ചിരിയോടെ മെസ്സേജ് അയച്ചു. മെസ്സേജ് ഡെലിവേർഡ് ആയിട്ടുണ്ടെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആള് ഓൺലൈനിലില്ല. എങ്കിലും അവൻ്റെ ആ മെസ്സേജിന് നീലക്കളർ തെളിയുന്നതും അവൾ മറുപടി തരുന്നതും കാണാൻ അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ കാത്തിരുന്നു. ബെഡിൽ കമിഴ്ന്നു കിടക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം ശ്രീ കേൾക്കുന്നത്. താല്പര്യമില്ലാതെയാണെങ്കിലും ഫോൺ എടുത്തു നോക്കി. വിഷ്ണുവിൻ്റെ മെസ്സേജ് ആണെന്ന് കണ്ടതും ഒരു നിമിഷം അവൾക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. കണ്ണുകൾ വിടർന്നു. ഹൃദയം വല്ലാത്തൊരു അനുഭൂതിയാൽ നിറയുന്നത് അവൾ അറിഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സുഖം ഇല്ലാതെയായി. അവിടെ നിർവികാരത നിറഞ്ഞു വന്നു. കണ്ണുകൾ നിറഞ്ഞു. എത്തി. അവൻ ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ട് അവൾ അപ്പോൾ തന്നെ മറുപടി അയച്ചു. അവളുടെ മെസ്സേജിനായി കാത്തിരുന്നവൻ ആ മെസ്സേജ് കണ്ടൊന്ന് പുഞ്ചിരിച്ചു. എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നുമൊക്കെയുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. ഇങ്ങനെയല്ല, താൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, തൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന ഭാവം തനിക്ക് നേരിട്ട് കാണണം. ആ കണ്ണുകൾ വിടരുന്നത് അത്രമേൽ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണണം. അവനൊരു പുഞ്ചിരിയോടെ ചിന്തിച്ചു. താൻ അയച്ച മെസ്സേജ് ഡെലിവേർഡ് ആവുന്നതോടൊപ്പം തന്നെ സീൻ ആവുന്നതും കണ്ട് അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആളപ്പോൾ തൻ്റെ ചാറ്റിലുണ്ടായിരുന്നോ? അവൾ ഓർത്തു. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞും റിപ്ലൈ ഇല്ലെന്ന് കണ്ട് അവൾക്ക് വീണ്ടും സംശയം. പെട്ടെന്ന് ടൈപ്പിംഗ് എന്ന് കാണിച്ചതും അവളുടെ നെഞ്ച് വീണ്ടും ഇടിച്ചു. അവളുടെ കണ്ണുകൾ അവൻ്റെ മെസ്സേജിനായി കാത്തിരുന്നു. പേടിക്കണ്ട, ധൈര്യമായിരിക്കി, സമാധാനത്തോടെ പോയി ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന അവൻ്റെ മെസ്സേജ് വന്നതും ജീവനില്ലാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. തൻ്റെ ഇഷ്ടം അവൻ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് വരുന്നതെങ്കിൽ താൻ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അവൾ ഓർത്തു. നേർത്തൊരു പുഞ്ചിരിയുടെ ഇമോജിയും ഗുഡ് നൈറ്റും തിരിച്ചവന് അയക്കുമ്പോൾ അത് ഡെലിവേർഡ് ആവുന്നില്ലെന്ന് കണ്ട് അവൾക്ക് വല്ലാത്തൊരു നിരാശ തോന്നി. നെറ്റ് ഓഫ് ചെയ്ത ശേഷം നിറഞ്ഞ കണ്ണാലെ ആ ചാറ്റിലേക്ക് തന്നെ നോക്കിക്കിടന്നുകൊണ്ട് അവൾ മെല്ലെ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ കിടന്നെങ്കിലും വിഷ്ണുവിന് ഉറക്കം വന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിൽ ചെന്നു നിന്നു. അവിടെ നിന്നും നോക്കിയാൽ അബിയുടെ മുറി കാണാം. മുറിയിൽ വെളിച്ചമുണ്ടെന്ന് കണ്ടതും വിഷ്ണു വേഗം ഫോണെടുത്ത് അബിയെ വിളിച്ചു. എന്താടാ? കോൾ എടുത്തതും അബി ചോദിച്ചു. എടാ, ഞാൻ നാളെ രാവിലെ നാട്ടിലേക്ക് പോവുക. എനിക്ക് അവളെ കാണണം. എനിക്ക് വേണം അബി അവളെ. വിഷ്ണു ഒരു ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എന്താ നീ പറഞ്ഞേ? പെട്ടെന്ന് ഇങ്ങനെയൊരു മറുപടി വിഷ്ണുവിൽ നിന്നും അബി പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ അബിക്ക് വിശ്വസിക്കാനായില്ല. ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലടാ. അനു പറഞ്ഞതുപോലെ പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും ഒരു പൊട്ടബുദ്ധി തോന്നിയാൽ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. നാളെ രാവിലെ 8 മണിക്കുള്ള ബസ്സിന് ഞാനങ്ങ് പോവട്ടെ, വിഷ്ണു പറഞ്ഞു. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അബിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അബിയേക്കാൾ നന്നായി വിഷ്ണുവിനെ മറ്റാർക്കും അറിയില്ല. സ്നേഹത്തിൻ്റെ മുൻപിലല്ലാതെ മറ്റൊന്നിൻ്റെ മുൻപിലും വിഷ്ണു തോൽക്കില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവന് അവളുടെ സ്നേഹത്തെ കണ്ടില്ലാന്ന് വെക്കാനും ആവില്ലെന്ന് അബിക്ക് അറിയാമായിരുന്നു. എന്നാ നീ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും വരാം, അബി പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാവോ അബി? വിഷ്ണു ചോദിച്ചു. അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, അബി കപട ദേഷ്യത്തിൽ പറഞ്ഞു. ശരി, ഇന്ന് രാവിലെ ഇറങ്ങിയതുപോലെ തന്നെ അങ്ങ് ഇറങ്ങാം, വിഷ്ണു പറഞ്ഞതും അബി ഒരു പുഞ്ചിരിയോടെ മൂളി. അന്ന് രാത്രി വിഷ്ണുവിന് ഉറക്കം വന്നതേയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ നിറയുന്നത് അവനറിഞ്ഞു. വിഷ്ണു രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വരുമ്പോൾ അബി റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവനിപ്പോ വരും, മോനിരിക്കി, അമ്മ ചായ എടുക്കാം. അതും പറഞ്ഞ് അബിയുടെ അമ്മ വിഷ്ണുവിന് ചായ എടുത്തു വെക്കാനായി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. മുത്തശ്ശി ഹാളിലെ സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്.
അവൻ മുത്തശ്ശിക്കരികിലായി ചെന്നിരുന്നു. മുത്തശ്ശി, ഞാൻ നാട്ടിലേക്കൊന്ന് പോവാണ്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. മുത്തശ്ശിയുടെ അനുഗ്രഹം എനിക്ക് വേണം. എനിക്കെൻ്റെ സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാലിലൊന്ന് തൊട്ടു. മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ കൈ ചേർത്തു. അപ്പോഴേക്കും അബിയുടെ അച്ഛനും അവിടേക്ക് വന്നിരുന്നു. നാട്ടിലേക്ക് പോവുകയാണല്ലേ? പോയിട്ട് വേഗം വരില്ലേ? അയാൾ ചോദിച്ചു. പെട്ടെന്ന് വരും, അവൻ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അബിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടാവില്ല. മോൻ അവനെ കാത്തു നിൽക്കണ്ട, വന്ന് ചായ കുടിക്കി. അമ്മ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. അങ്കിൾ, എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം പറയാനുണ്ട്. വിഷ്ണു പതിയെ പറഞ്ഞു തുടങ്ങിയതും അയാൾ അവനെ ഒരു പുഞ്ചിരിയോടെ നോക്കി. ഒന്നും പറയണ്ട, അബി എല്ലാം പറഞ്ഞു. ശ്രീ നല്ല കുട്ടിയാ. ആ കുട്ടിയുടെ വീട്ടുകാര് അതിനെ മനസ്സിലാക്കുന്നില്ലാലോ എന്നോർത്ത് സങ്കടമുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. അവരെതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ധൈര്യമായി അവളെ കൂട്ടി ഇങ്ങ് പോന്നോ. ഇപ്പോൾ ഇത് നിന്റെ കൂടി വീടാണ്. അയാൾ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അയാൾ അവസാനം പറഞ്ഞ വാചകം കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ തൻ്റെ ആരുമല്ല, എന്നിട്ടും തൻ്റേതുകൂടിയാണെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു. ചെന്ന് ചായ കുടിക്കേ, അയാൾ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ശേഷം അകത്തേക്ക് നടന്നു. അപ്പോഴാണ് വിഷ്ണുവിന് ശ്വാസം നേരെ വീണത്. അതുവരെയും മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ വിശാലമായ മനസ്സുകൊണ്ടാണ് തന്നെ ഇവിടുത്തെ ഒരു അംഗത്തെപ്പോലെ കാണുന്നത്. എങ്കിലും താൻ പുറത്തുനിന്ന് വന്നവനാണ്. അതിൻ്റെ കൂടെ താൻ അവളെ കൂടി കൂട്ടി ഇങ്ങോട്ട് വന്നാൽ ഇവരൊക്കെ അതെങ്ങനെ എടുക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഇവിടെയല്ലെങ്കിൽ വേറൊരിടത്ത്. എന്തായാലും ശ്രീയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല, അതവൻ ഉറപ്പിച്ചിരുന്നു. ആയൊരു ആശങ്കയാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത്. അവന് വല്ലാത്ത ആശ്വാസം തോന്നി. അപ്പോഴാണ് അബിയും അനുവും അവിടേക്ക് വരുന്നത്. ഒരുങ്ങി വന്ന അനുവിനെ കണ്ടപ്പോൾ തന്നെ അവളും വരുന്നുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അബിയെയും അനുവിനെയും നന്ദിയോടെ, എന്നാൽ അതിലേറെ സ്നേഹത്തോടെ അവൻ നോക്കി. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് അബി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ചുമ്മാ. വിഷ്ണു അബിയിൽ നിന്നും നോട്ടം മാറ്റി. നീയും വരുന്നുണ്ടോ? വിഷ്ണു വെറുതെ അവളോട് ചോദിച്ചു. പിന്നെ ഞാനല്ലേ ഇതിൻ്റെ ബ്രോക്കർ, അപ്പോൾ ഞാനില്ലാതെ ശരിയാവോ? അനു ഒരു ചിരിയോടെ പറഞ്ഞതും വിഷ്ണുവും അതേ ചിരിയോടെ തന്നെ തലയാട്ടി. ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച ശേഷമാണ് അവർ 3 പേരും വീട്ടിൽ നിന്നിറങ്ങിയത്. ഇറങ്ങാൻ നേരം വിഷ്ണു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ആ തോളിൽ തല ചേർത്തു. മുത്തശ്ശി അവൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. എന്തോ വല്ലാത്തൊരു ആത്മബന്ധമാണ് അവർ ഇരുവരും തമ്മിൽ. ട്രെയിനിലാണ് അവർ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വരെ കാറിലാണ് അവർ ചെന്നത്. ട്രെയിനിലിരിക്കുമ്പോൾ മൊത്തം വിഷ്ണുവിൻ്റെ ചിന്തകൾ പലയിടത്തായി അലഞ്ഞു നടന്നു. ആ നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒരിക്കലും പോകില്ലെന്ന് ഉറപ്പിച്ചാണ് അവസാനമായി അവിടെ നിന്നും ഇറങ്ങിയത്. പെട്ടെന്ന് ഇങ്ങനെയൊരു പോക്ക് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. എങ്കിലും അതൊന്നും അവനൊരു പ്രശ്നമായി തോന്നിയതേയില്ല. അബിയുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ളവർ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുമെന്നോ താൻ അവിടെ സ്ഥിരമായി താമസിക്കുമെന്നോ അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാത്തിനും കാരണം അബിയാണ്. അവൻ അബിയെ ഒന്ന് നോക്കി. അബിയും അനുവും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അബിയുടെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരിക്കുന്ന അനുവിനെ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ശ്രീയാണ്. അവളുടെ നിഷ്കളങ്കമായ അല്പം ചെറിയ കുഞ്ഞു മുഖം ഓർമ്മ വന്നതും അവൻ്റെ പുഞ്ചിരിയുടെ മാറ്റുകൂടി. ഇതുവരെയും അവളെ കാണുമ്പോൾ തനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഹൃദയം വല്ലാത്തൊരു അനുഭൂതിയാൽ നിറയുന്നതറിഞ്ഞ് അവന് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതാണോ പ്രണയം? അങ്ങനെയെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ബുദ്ധിമുട്ടിക്കാതെ അവൾ എങ്ങനെ അവളുടെ പ്രണയം ഇത്ര കാലം ഉള്ളിൽ ഒതുക്കിയെന്നോർത്ത് അവന് അതിശയം തോന്നി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ ട്രെയിനിൽ നിന്നും തന്നെ കഴിച്ചു. വൈകുന്നേരമാവാൻ നേരത്താണ് അവർ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്നും വീണ്ടും 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു അവളുടെ നാട്ടിലേക്ക്. അവർ നേരെ ചെന്നത് ആ നാട്ടിലെ തന്നെ വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ അമലിൻ്റെ വീട്ടിലേക്കാണ്. തലേന്ന് രാത്രി തന്നെ വിഷ്ണു അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആ വീട്ടുമുറ്റത്ത് പോലും കാലുകുത്തുകയോ അവരുമായി ഇനിയൊരു ബന്ധം കൂടുകയോ ഇല്ലെന്ന് അവൻ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. അവിടെ വിഷ്ണുവിൻ്റെ ഫ്രണ്ടും അവൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവും അവൻ്റെ കൂടെ 2 പേരും ഉണ്ടെന്നറിഞ്ഞ് അമലിൻ്റെ അമ്മ അവർക്കു വേണ്ടി ഭക്ഷണമെല്ലാം വളരെ നന്നായി തന്നെ ഒരുക്കിയിരുന്നു.
വിഷ്ണുവിനെ കണ്ട് അമലിൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരേ നാട്ടുകാർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ചെറിയമ്മ അവന് ഒട്ടും സമാധാനം കൊടുക്കാത്ത ദിവസങ്ങളിൽ അമലിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വിഷ്ണു ഭക്ഷണം കഴിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ അന്തി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരടുപ്പം അമലിൻ്റെ അമ്മയും വിഷ്ണുവും തമ്മിലുണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞ് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അതിലുപരി വല്ലാത്ത ആശ്വാസവും. ശ്രീക്ക് പണ്ടേ വിഷ്ണുവിനെ ഇഷ്ടമായിരുന്നു എന്നതൊഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം വിഷ്ണു അവരോട് പറഞ്ഞിരുന്നു. അഖിലിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വഭാവം നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് ശ്രീയെക്കുറിച്ച് ഓർക്കെ വല്ലാത്ത പാവം തോന്നി. അവളുടെ മുറിയിൽ നിന്നും അഖിലിനെ പിടിച്ചത് നാട്ടുകാരെല്ലാം കൂടി ചേർന്നായതുകൊണ്ട് ഇനി നല്ല ആലോചനകൾ വല്ലതും വരുമോ എന്നതും സംശയമാണ്. അതുകൊണ്ട് മോൻ അവളെ കെട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. ആ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് കൂടി അവർ പറയുമ്പോൾ വിഷ്ണു നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവളെ ഭാഗ്യമല്ല, അവളെ കിട്ടിയാൽ അത് തൻ്റെ ഭാഗ്യമാണെന്ന് പറയാൻ അവന് തോന്നിയെങ്കിലും പിന്നീട് അതിൻ്റെ കാരണങ്ങൾ കൂടി പറയേണ്ടി വരുമെന്നതിനാൽ അവൻ പറഞ്ഞില്ല. ശ്രീയുടെ ഫ്രണ്ടാണ് അനു എന്നറിഞ്ഞതും രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ഒരിടത്താണെന്നത് അവർക്ക് അത്ഭുതമായിരുന്നു. അബിയെയും അനുവിനെയും അവർ വേണ്ട പോലെ തന്നെ സൽക്കരിച്ചു. ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച ശേഷം അവർ ശ്രീയുടെ വീട്ടിലേക്കിറങ്ങി. എല്ലാവരും ഒരുമിച്ച് പോവേണ്ടെന്ന് കരുതി അമൽ അവരുടെ കൂടെ പോയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ അമൽ പ്രത്യേകം പറഞ്ഞിരുന്നു. വിഷ്ണുവും അബിയും അനുവും ശ്രീയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൂരേക്ക് തന്നെ എന്തൊക്കെയോ സംസാരങ്ങൾ കേൾക്കാമായിരുന്നു. നിന്റെ മുറിയിൽ നിന്നും തന്നെയല്ലേ രാത്രിയിൽ അന്യനൊരുത്തനെ പിടിച്ചത്? അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇനി ആരെങ്കിലും കെട്ടാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ അമ്മയുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. പറയടി, നിന്നെ ഇനി ആരെങ്കിലും കെട്ടാൻ വരുമോന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്നെ ആരും കെട്ടാൻ വരണ്ട. കെട്ടിയില്ലേലും ഈ ലോകത്ത് ജീവിക്കാലോ. ഞാൻ അങ്ങനെ അങ്ങ് ഈ ജീവിതം ജീവിച്ചു തീർത്തോളാം. ശ്രീയുടെ ശബ്ദം കേട്ടതും അവരവിടേക്ക് ചെല്ലാതെ വഴിയിൽ തന്നെ നിന്നു. ഉമ്മറത്ത് നിന്നാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾക്കിടയിലൂടെ ഉമ്മറത്തേക്ക് അത്യാവശ്യം നല്ല വ്യക്തമായി തന്നെ കാണാം. അങ്ങനെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. മര്യാദയ്ക്ക് അവനെയും കെട്ടി ജീവിച്ചോ. ഒന്നുമില്ലേലും വീടിനടുത്തല്ലേ, ഞങ്ങളൊക്കെ അടുത്ത് തന്നെയില്ലേ. ഇത് മനുഷ്യൻ്റെ ഉള്ള സമാധാനവും കളയും. അമ്മ വീണ്ടും അവളോട് പറയുന്നുണ്ട്. എനിക്ക് അവനെ കെട്ടാൻ സമ്മതമല്ലെന്ന് പറഞ്ഞാൽ സമ്മതമല്ല. ഇനി ഞാനിവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പൊയ്ക്കോളാം, അവൾ തറപ്പിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ കവിളിൽ അച്ഛൻ്റെ കൈ പതിഞ്ഞത്. അടിയുടെ ഒച്ച കേട്ട് വിഷ്ണു കണ്ണൊന്ന് ഇറുക്കെ അടച്ചുപോയി. താനിപ്പോൾ കരഞ്ഞു പോകുമെന്ന് തോന്നിയതും അനു വാ പൊത്തിപ്പിടിച്ചു. നീ സമ്മതിക്കും, അവൻ തന്നെ നിന്നെ കെട്ടും. നിന്റെ അച്ഛനാണ് പറയുന്നത്. നിനക്കെന്നെ ശരിക്കും അറിയാലോ, അയാൾ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്. അവൻ്റെ കൂടെ ചത്തു ജീവിക്കുന്നതിലും നല്ലത് ഇപ്പോൾ തന്നെ അങ്ങ് ചാവുന്നതാ, അവൾ അടിക്കിട്ടിയ കവിളിൽ കൈ ചേർത്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതായിരിക്കും ഇതിലും നല്ലത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റമുണ്ടാകില്ലെന്ന് നിനക്കറിയാലോ, അയാൾ വീണ്ടും മുരണ്ടുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞത് ശ്രീയുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്താ പറഞ്ഞേ? ഞാൻ ചാവുന്നതാണ് നല്ലതെന്നോ? എന്നാ അത് ഇപ്പോൾ തന്നെ ആയേക്കാം. ഞാനങ്ങ് ചത്തു കളഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മറത്തു നിന്നും അകത്തേക്കോടി. എല്ലാം കണ്ടുകൊണ്ട് നിന്ന വിഷ്ണുവിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അനുവിൻ്റെയും അബിയുടെയും അവസ്ഥയും മറിച്ചല്ല. അവൾ എന്തെങ്കിലും ചെയ്താൽ ചിന്തിച്ചു നിൽക്കാൻ വിഷ്ണുവിന് സമയമുണ്ടായിരുന്നില്ല. അവൻ വേഗം അവിടേക്കോടി. കാറ്റുപോലെ അകത്തേക്കൊരാൾ പോയതും ഉമ്മറത്ത് നിന്ന അവളുടെ അമ്മയും അച്ഛനും ഒന്ന് ഞെട്ടി. പിന്നീടാണ് മനസ്സിലായത് ആ പോയത് വിഷ്ണുവാണെന്ന്. അവരുടെ മുഖം സംശയം കൊണ്ട് ചുളിഞ്ഞു. അപ്പോഴാണ് പുറകിലായി വന്നു നിൽക്കുന്ന അബിയെയും അനുവിനെയും അവർ കാണുന്നത്. മുൻപൊരിക്കൽ കൂട്ടുകാരികളോടൊപ്പം അനു വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ തെല്ലൊരു നിമിഷത്തിന് ശേഷം അമ്മയ്ക്ക് അവളെ മനസ്സിലായി. മുറിയിലേക്ക് ഓടിക്കയറിയ ശ്രീ വേഗം വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. പിന്നെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചു. നെഞ്ച് വല്ലാതെ നീറി പിടയുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? സ്വന്തം മകളെ ഇത്ര കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, അറിഞ്ഞുകൊണ്ട് നരകിക്കാൻ തള്ളിവിടുന്ന ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയോ? ഇല്ല, അവർക്ക് വേണ്ടി താനിനി കരയില്ല. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ ചുരിദാറിൻ്റെ ഒരു ഷോളുമെടുത്ത് അവൾ റൂമിലെ മേശ വലിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്നു. ശേഷം ഷോളെടുത്ത് ഫാനിൽ കുരുക്കിടുമ്പോഴാണ് അവളുടെ കൈകൾ നിശ്ചലമായത്. അത് അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ആ ശബ്ദം കേട്ടിട്ടാണ്. ശ്രീ, വാതിൽ തുറക്ക്.
കേട്ട ശബ്ദം അവളുടെ വെറും തോന്നലായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. സോറി വിഷ്ണുവേട്ട, എന്നോട് പൊറുക്ക്, അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകിയിരുന്നു. ശ്രീ, വാതിൽ തുറക്ക് ശ്രീ, ഞാനാ വിളിക്കുന്നേ, ഒന്ന് വാതിൽ തുറന്നു നോക്ക്. എന്നാൽ കേട്ടത് വെറും തോന്നലല്ലെന്ന് മനസ്സിലായത് ആ ശബ്ദം വീണ്ടും കേട്ടപ്പോഴാണ്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ വാതിലിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി. അവന്റെ ശബ്ദത്തോടൊപ്പം വാതിലിൽ നിർത്താതെ തട്ടുന്നുണ്ട്. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഹൃദയം വല്ലാതെ പിടയുന്നുണ്ട്. അവൾ മേശപ്പുറത്തു നിന്നും ഇറങ്ങി. പിന്നെ വേഗത്തിൽ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കണ്ടു രണ്ടു കണ്ണും നിറച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ. ഒരു നിമിഷം അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇന്ന് അവനെ അവിടെ ഒട്ടും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവളുടെ കണ്ണുകൾ വിടർന്നു. തന്നെ കണ്ടതും വിടർന്നു വന്ന അവളുടെ കുഞ്ഞി കണ്ണുകളിൽ നിന്നും തന്നെ അവന് മനസ്സിലായിരുന്നു താൻ അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി. അവൾ വേഗം പിന്നോട്ട് നീങ്ങി. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ, പാറിപ്പറന്ന മുടി, അടികൊണ്ട് തിണർത്ത കവിളും പൊട്ടിയ ചുണ്ടും. വിഷ്ണുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഏട്ടൻ എന്താ ഇവിടെ? അവൾ പതിയെ ചോദിച്ചു. പക്ഷേ അവന്റെ നോട്ടം അപ്പോൾ ചെന്നു നിന്നത് മുറിയിൽ നടുവിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന മേശയിലാണ്. അവൻ പിടയ്ക്കുന്ന ഹൃദയത്തോടെ നോക്കിയത് ഫാനിലേക്കാണ്. അവിടെ പകുതി കുരുക്കിട്ട് വെച്ച ഷോൾ കണ്ടതും അവനൊന്ന് അവളെ ദയനീയമായി നോക്കി. അവളൊന്ന് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പാടെ പരാജയപ്പെട്ടു പോയിരുന്നു. അവൾ കരയാൻ തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നിയതും വിഷ്ണു കാറ്റുപോലെ വന്ന് അവളെ ഇറുക്കെ പുണർന്നു. അതൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. എന്താ ശ്രീ ഈ ചെയ്യാൻ നോക്കിയത്? പറ, എന്താ ചെയ്യാൻ നോക്കിയതെന്ന്. ഇന്നലെ നീയല്ലേ പറഞ്ഞത് ഞാനിങ്ങനെ തനിച്ചു ജീവിക്കുമ്പോൾ നിനക്കങ്ങനെ ചത്തുകളയാൻ പറ്റില്ലെന്ന്? എന്നിട്ട് നിനക്ക് എങ്ങനെ എന്നെ തനിച്ചാക്കി പോകാൻ തോന്നി? എന്താ എന്നോടിതൊന്നും നേരത്തെ പറയാതിരുന്നേ? ഇപ്പോൾ ഞാനൊന്ന് വരാൻ വൈകിയിരുന്നേൽ. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി ഇറുക്കെ പുണർന്നു. അപ്പോഴും അവൾക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. അവളൊരു പ്രതിമ പോലെ അങ്ങനെ തന്നെ നിന്നു. അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെ പതിയെ അവളുടെ മുഖം കൈകളിലെടുത്തു. ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എനിക്ക് വേണം ശ്രീ നിന്നെ, എനിക്ക് വേണം. അവൻ അവളെ വീണ്ടും ഇറുക്കെ പുണർന്നു. ശ്രീ കരഞ്ഞു പോയിരുന്നു അപ്പോൾ. ആ കരച്ചിലിനിടയിലും ഇരു കൈകൾ കൊണ്ടും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. സങ്കടം തീരുന്നതുവരെ അവന്റെ നെഞ്ചിൽ കിടന്നവൾ ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് വാതിൽക്കൽ വന്നു നിൽക്കുന്ന അനുവിനെയും അബിയെയും അവൾ കാണുന്നത്. അനുവാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾക്ക് മനസ്സിലായി. നന്ദിയോടെ അനുവിനെ നോക്കിയൊന്ന് അവൾ ചിരിച്ചു. പക്ഷേ കുരുക്കിട്ട ഫാൻ കണ്ടതും അനുവിന് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തു വന്നാലും ചത്തു കളഞ്ഞേക്കല്ലേടി എന്ന് ഇന്നലെ കൂടി പറഞ്ഞതാണ്. എന്താ ഇവിടെ നടക്കുന്നത്? നീ എന്താ ഇവിടെ? ആദ്യത്തെ ആ ഞെട്ടൽ മാറിയതും അവളുടെ അച്ഛൻ അവിടേക്ക് വന്ന് ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു. അയാൾക്ക് പിറകെ അവളുടെ അമ്മയുമുണ്ട്. ഒരു നിമിഷം വിഷ്ണു ഒന്നും പറയാതെ അയാളെ തന്നെ നോക്കി നിന്നു. പിന്നെ ശ്രീയുടെ തോളിലൂടെ കൈയിട്ടു ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇവളെ ഇഷ്ടാണ്. എനിക്ക് തന്നൂടെ ഇവളെ? വിഷ്ണു പറഞ്ഞു. അതു കേൾക്കെ ശ്രീയുടെ ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു തരം തണുപ്പ് ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് അവൾ അറിഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞത് കേൾക്കെ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖം മാറി. എന്താ പറഞ്ഞേ? നിനക്ക് ഇവളെ ഇഷ്ടമാണെന്നോ? ഇവളെ നിനക്ക് കെട്ടിച്ചു തരണമെന്നോ? സ്വന്തമെന്ന് പറയാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർക്കോ നിന്നെയാണെങ്കിൽ കണ്ണിന് നേരെ കണ്ടൂടാ. അങ്ങനെ ആർക്കും വേണ്ടാത്ത നിന്നെപ്പോലൊരുത്തന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു തരാനോ? അതൊരിക്കലും നടക്കില്ല. അതിനു മാത്രം എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? അവളുടെ അച്ഛൻ ദേഷ്യം കൊണ്ട് നിന്നു വിറച്ചു. അയാൾ പറഞ്ഞ വാക്കുകൾ ചെന്നു തറച്ചത് അവന്റെ ഹൃദയത്തിലാണ്. ശരിയാണ്, ആരുമില്ലാത്തവനാണ് താൻ, ആർക്കും വേണ്ടാത്തവൻ. ആ ചിന്തയിൽ അവനൊന്ന് പിടഞ്ഞു. ശ്രീയെ ചേർത്തു പിടിച്ച അവന്റെ കൈകൾ പതിയെ അയഞ്ഞു. അതറിഞ്ഞെന്ന വണ്ണം ശ്രീ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ കൈകൾ അവളുടെ കൈകളെ ഒന്നുകൂടി മുറുക്കെ പിടിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ആരുമില്ല, ഞാൻ ആരുമില്ലാത്തവനാണ്. പക്ഷേ നിങ്ങളുടെ മകളെ കൂടെ കൂട്ടാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് യോഗ്യതയെന്ന്. ഈ ആരുമില്ലാത്തവനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്തവനെ വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്നവളാ ഇവള്. ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു യോഗ്യത മാത്രം മതി ഇവളെ എനിക്ക് കൂടെ കൂട്ടാൻ. അച്ഛൻ്റെയും അമ്മയുടെയും വിലയും സ്ഥാനവും എന്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ ഇവളെ എനിക്ക് തന്നൂടെ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചത്.
പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ലെന്ന്. സ്വന്തം മകളുടെ മനസ്സ് കാണാൻ ശ്രമിക്കാതെ നാട്ടുകാർ പറഞ്ഞു തന്നതും കേട്ട് അവനെപ്പോലൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്ന് മനസ്സിലുറപ്പിച്ചോ അന്ന് നിങ്ങൾ ഇവളെ കൊന്നു. അതുകൊണ്ട് ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സമ്മതം ഇനി ആവശ്യമില്ല. അത്രയും അയാളോട് പറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്രീക്ക് നേരെ തിരിഞ്ഞു. ചെന്ന് നിന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം എടുത്തു വാ. അവനെ കെട്ടാൻ വയ്യെങ്കിൽ നിന്നോട് മരിക്കാൻ പറഞ്ഞ ഇവരുടെ സാധനങ്ങളൊന്നും ഇനി നിനക്ക് വേണ്ട. ചെല്ല്. അവൻ പറഞ്ഞതും ശ്രീ വേഗം ചെന്ന് ബാഗിലേക്ക് അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും മാത്രം എടുത്തു വെച്ചു. അനു വേഗം അവൾക്കരികിലേക്ക് ചെന്നു. മോളെ, നീ എന്താ ഈ ചെയ്യുന്നേ? അഖിലിനെ കെട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് ഈ ആരുമില്ലാത്തവന്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ. ബാഗുമെടുത്ത് മുറിക്ക് പുറത്തേക്ക് വരുന്നവളെ കണ്ട് അവളുടെ അമ്മ അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അവർ അവസാനം പറഞ്ഞ വാചകം കേട്ട് അവൾക്ക് പുച്ഛം തോന്നി. മാറി നിൽക്ക്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട. എനിക്ക് പോകണം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ശ്രീ, ഒരു മിനിറ്റ്. അബിയാണ് അത് പറഞ്ഞത്. ശേഷം അവൻ അവളുടെ അച്ഛനരികിലേക്ക് നടന്നു. ഇത്രയും നേരം അവരുടെ വർത്തമാനം കേട്ട് ദേഷ്യം സഹിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു അവൻ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ ഇവൻ ആരുമില്ല, ആർക്കും വേണ്ടാത്തവനാണ് ഇവനെന്നൊക്കെ. അങ്ങനെ ഒരു വിഷ്ണു ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതും പറഞ്ഞുകൊണ്ട് അബി ഫോണിൽ അവൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, ഞങ്ങളിവിടെ ശ്രീയുടെ വീട്ടിലാണ്. ഇവർ പറയുന്നു വിഷ്ണു ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവനാണെന്ന്. അങ്ങനെയാണോ അല്ലയോ എന്ന് അച്ഛൻ തന്നെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അബി അവൻ്റെ അച്ഛനോട് പറഞ്ഞ ശേഷം ഫോൺ സ്പീക്കറിലിട്ടു. വിഷ്ണു ആരുമില്ലാത്തവനല്ല. അവൻ എനിക്കെൻ്റെ അബിയെപ്പോലെ തന്നെയാണ്, എൻ്റെ മകൻ. സ്വന്തം മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിങ്ങളെ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് മനസ്സിലാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മകളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ പേടിക്കണ്ട. നിങ്ങളുടെ മകൾക്ക് ഒന്നിനും ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ജന്മം കൊണ്ടല്ലെങ്കിലും വിഷ്ണു എൻ്റെ മകൻ തന്നെയാണ്. ഫോണിലൂടെ കേട്ട അബിയുടെ അച്ഛൻ്റെ വാക്കുകൾ വിഷ്ണുവിനെ തകർത്തു കളഞ്ഞു. സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിച്ചവർ. ഈ ജന്മം അവരോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് അവന് തോന്നി. അവൻ അബിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. എന്നെങ്കിലും മകളെ മനസ്സിലാക്കുകയാണെങ്കിൽ, മകളെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, നിറഞ്ഞ മനസ്സോടെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വരാം. അതിനാരും നിങ്ങളെ തടയില്ല. വിഷ്ണു സൗമ്യമായി തന്നെ അവളുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലൊരു വണ്ടി വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ട് വിഷ്ണുവിൻ്റെ മുഖം പുച്ഛം കൊണ്ട് നിറഞ്ഞു. അച്ഛനാണ് പോലും അച്ഛൻ. ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത വേറൊരു മനുഷ്യൻ. അവൻ അങ്ങനെയാണ് തോന്നിയത്. അവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് അഖിലിൻ്റെ നോട്ടം അവിടേക്ക് വന്നത്. വിഷ്ണുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ശ്രീയെ കണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ വേഗത്തിൽ അവിടേക്ക് വന്നു. ഇവളെയും കൊണ്ട് എവിടേക്ക് പോകുന്നു? വിഷ്ണുവിന് മുൻപിൽ കയറി നിന്നുകൊണ്ട് അഖിൽ ചോദിച്ചു. അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? വിഷ്ണു ഒരു പുച്ഛത്തോടെ തിരിച്ചു ചോദിച്ചു. ഉണ്ട്, ആവശ്യമുണ്ട്. ഞാൻ കെട്ടാൻ പോകുന്നവളാ ഇവള്. അപ്പോൾ അറിയേണ്ട അവകാശം എനിക്കുണ്ട്, അഖിൽ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും ചെറിയമ്മയും അവിടേക്ക് വന്നിരുന്നു. കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ, കെട്ടിയില്ലാലോ? വിഷ്ണു പറയുന്നത് കേട്ട് അഖിലിന് ദേഷ്യം വന്നു. അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട് പേടിച്ച ശ്രീ വിഷ്ണുവിന് പിറകിലേക്ക് നിന്നു. ഇവിടെ വാടി, നീ ഇപ്പോൾ അങ്ങനെ എവിടെയും പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അഖിൽ അവളുടെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ കരം അഖിലിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അതുകണ്ട് അച്ഛനും ചെറിയമ്മയും വിഷ്ണുവിന് നേരെ വന്നതും അവൻ ദേഷ്യത്തോടെ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയിരുന്നു. ശരിക്കും നിങ്ങൾക്കാണ് 2 തരേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ബന്ധം നോക്കിയല്ല. അങ്ങനെയൊരു ബന്ധം നമ്മൾ തമ്മിലില്ല. പ്രായത്തിന് മൂത്തതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തേലും പറയാനും പിടിക്കാനും ഉണ്ടെങ്കിൽ ദേ അവിടെ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, അവരോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഉമ്മറത്ത് നിൽക്കുന്ന ശ്രീയുടെ അമ്മയെയും അച്ഛനെയും കാണിച്ചു കൊടുത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു. എന്തൊക്കെയാ ഈ നടക്കുന്നത്? നിങ്ങളെന്താ ആളെ പൊട്ടനാക്കുകയാണോ? അഖിലിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ അതും ചോദിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. ഞങ്ങളോടൊന്നും ചോദിക്കരുത്. ഞങ്ങൾ പറഞ്ഞിട്ടല്ലാലോ നിങ്ങളുടെ മകൻ രാത്രി അവളുടെ മുറിയിൽ കയറി ഒളിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ നിങ്ങളുടെ മകന് കെട്ടിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ കുറച്ചു മുൻപ് എൻ്റെ മകൾ മരിച്ചു. ഇപ്പോൾ എനിക്ക് മകളില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കില്ല. നിങ്ങൾക്ക് പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തു കയറി വാതിലടച്ചു. ദേഷ്യമോ വാശിയോ മകൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തള്ളി പറഞ്ഞതുകൊണ്ടോ അയാളുടെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു.
അയാൾ അവസാനം പറഞ്ഞ വാചകം കേട്ട് ശ്രീ കണ്ണീരോടെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവർ നേരെ ചെന്നത് അമലിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ച ശേഷം അന്നു തന്നെ അവരവിടെ നിന്നും ഇറങ്ങി. പോകാൻ നേരം വിഷ്ണുവിനെയും അബിയെയും ഒരു ദിവസം വിരുന്ന് വരാൻ പ്രത്യേകം വിളിക്കാനും മറന്നില്ല അമലിൻ്റെ അമ്മ. തിരിച്ചുള്ള യാത്രയിൽ 4 പേരുടെയും ഉള്ളം ശാന്തമായിരുന്നു. ശ്രീയുടെ ഉള്ളിൽ മാത്രം അമ്മയെയും അച്ഛനെയും കുറിച്ചോർത്ത് വിഷമം തോന്നി. വിഷ്ണുവിന് പിന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിക്കുന്നത് ഇതുതന്നെയായതുകൊണ്ട് അവനത് ശീലമായി പോയിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ അവർ തറവാട്ടിലെത്തിയിരുന്നു. അവർ വരുന്ന സമയം അവരെ കാത്തുന്ന വണ്ണം ഉമ്മറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. വിഷ്ണു താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നില്ല അവരാദ്യം കയറിയത്. തറവാട്ടിലേക്ക് ശ്രീയെ കൈപിടിച്ചു കയറ്റിയത് അബിയുടെ അമ്മയാണ്. മുത്തശ്ശി ശ്രീയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ പതിയെ ചുംബിച്ചു. അബിയുടെയും അനുവിൻ്റെയും കൂടെ വിഷ്ണുവിൻ്റെയും ശ്രീയുടെയും വിവാഹം ഒരുമിച്ച് നടത്തണമെന്നുണ്ടായിരുന്നെങ്കിലും അത്രയും വേണ്ടപ്പെട്ട ചില ബന്ധുക്കൾ പുറം രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കല്യാണം സാധ്യമായിരുന്നില്ല. എന്നാൽ വിഷ്ണുവിൻ്റെയും ശ്രീയുടെയും വിവാഹം വൈകിപ്പിക്കാനും സാധിക്കില്ല. സ്വന്തമെന്ന് പറഞ്ഞു കൂടെ നിൽക്കാൻ രക്തബന്ധത്തിൽ ആരുമില്ലാതെ തന്നെ അവർ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. എങ്കിലും കളങ്കമില്ലാതെ അവരെ സ്നേഹിക്കുന്ന വളരെ ചുരുക്കം പേർ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്കൊപ്പമുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ ചെറിയൊരു താലിമാല ചാർത്തി നെറുകിൽ വിഷ്ണു അവൻ്റെ കൈയാൽ സിന്ദൂരം തൊട്ടതോടുകൂടി ശ്രീ വിഷ്ണുവിന് സ്വന്തമായി. ഗസ്റ്റ് ഹൗസിലേക്കാണ് അബിയുടെ അമ്മ വിളക്ക് കൊടുത്ത് ശ്രീയെ അകത്തേക്ക് കയറ്റിയത്. മധുരം കൊടുക്കുന്ന ചടങ്ങുകൾ അടക്കം എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരുടെ നടുവിൽ നിൽക്കുമ്പോൾ ശരിക്കും ഇതാണ് സ്വർഗമെന്ന് വിഷ്ണുവിനും ശ്രീക്കും തോന്നി. അവർ 2 പേരും സ്നേഹത്തോടെ, അതിലേറെ കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടപ്പാടോടെ അബിയെയും അനുവിനെയും നോക്കി. അവർ ഇരുവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. തൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് അവളുടെ പ്രണയം സ്വന്തമായതിലും ഇനിയെന്നും അവൾ ഇവിടെ തന്നെയുണ്ടാകുമല്ലോ എന്നോർത്തും അനുവിന് വളരെ സന്തോഷം തോന്നി. അന്ന് ഉച്ചയ്ക്ക് എല്ലാവിധ വിഭവങ്ങളോടും കൂടിയ കല്യാണ സദ്യയും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് അത് കഴിച്ചത്. രാത്രിയിൽ അവനോട് ചേർന്നിരുന്ന് കല്യാണത്തിനെടുത്ത ഫോട്ടോസ് നോക്കുകയായിരുന്നു വിഷ്ണുവും ശ്രീയും. അപ്പോഴാണ് അവൾ അവളുടെ ഫോണിൽ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന അവൻ്റെ ഫോട്ടോസ് അവന് കാണിച്ചു കൊടുത്തത്. അതിൽ നിറയെ അവൻ്റെ ഫോട്ടോസ് ആയിരുന്നു. അവൻ അറിയാതെ എടുത്ത ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിൽ. അതെല്ലാം കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇങ്ങനെയൊരു കാര്യം അവൻ പ്രതീക്ഷിച്ചതേയല്ലായിരുന്നു. ഈ ഫോട്ടോയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം. അതിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ആ നിഷ്കളങ്കത നിറഞ്ഞ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ അവളെയും. അവളെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്തോ അവളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു അവനപ്പോൾ. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. പിന്നെ പതിയെ ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഏറെ സ്നേഹത്തോടെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എത്ര നേരം അവരങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. പിന്നീട് അവർ എഴുന്നേൽക്കുന്നത് ദൂരെ നിന്നും കേൾക്കുന്ന ആ രാപ്പാടിയുടെ പാട്ട് കേട്ടിട്ടാണ്. അവർ 2 പേരും ജനാലയ്ക്കരികിൽ വന്നു നിന്നു. സാരമില്ല, സങ്കടപ്പെടണ്ട. അവർക്ക് നീ തന്നെയല്ലേ ഉള്ളൂ. നിന്നെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും. അന്നവർ നിന്നെ തേടി വരും, തീർച്ച. അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന വണ്ണം ദൂരേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കാതിലായി അവൻ പതിയെ പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചെന്നു വരുത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. അപ്പോഴും ദൂരെ നിന്ന് രാപ്പാടി പാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് ആ പാട്ടിന് എന്നത്തേക്കാളുമേറെ പ്രണയത്തിൻ്റെ സംഗീതമായിരുന്നു.